കുട്ടികൾക്കും സുഭാസാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ചെറിയ ക്വസ്റ്റ്യനാണ് എടുത്തേക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. എക്സാമിന് പല രീതിയിൽ കൂടെ വരാൻ പറ്റുന്ന ഒരു കോമൺ പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ കൂടെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ അവനെയാണ് എടുത്തേക്കുന്നത്. കാരണം നിങ്ങൾക്ക് പലയിടത്ത് കാണുമ്പോൾ ഈ പഠിക്കുന്ന രീതി നിങ്ങൾക്ക് അതിനുള്ളിൽ കാണാൻ പറ്റും. അപ്പോൾ പഠിക്കാൻ ഈസിയാവും. ഓക്കെ, ഇത് ഡയറക്റ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യനോടും കേടാണ്. നോക്കിക്കേ, ഡൊമൈൻ ഓഫ് root of x into x minus 1 into x minus 2. First of all, what is meant by domain? Domain is the possible values of x. നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കുക വാട്ട് ഈസ് മെൻ ബൈ ഡൊമൈൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് എന്താണ്? ഓർഡേർഡ് പെയറിനുള്ളിലെ ഫസ്റ്റ് നമ്പറുകൾ എടുത്ത് എഴുതുമ്പോഴാണ് ഡൊമൈൻ ഒരു സെറ്റാക്കി. അത് നമ്മളൊരു പർട്ടിക്കുലർ കേസാണ്. പക്ഷേ ജനറലായിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്, എക്സിന് കൊടുക്കാൻ പറ്റുന്ന റിയൽ നമ്പറിലെ മുഴുവൻ, അതാണ് നമ്മുടെ ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഈ എക്സുകളുടെ പ്ലേസിൽ -∞ തൊട്ട് +∞ വരെ 0 ഉൾപ്പെടെ മുഴുവൻ പേരെ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ, റിയൽ നമ്പേഴ്സിനെ കൺസിഡർ ചെയ്താൽ ആരെയൊക്കെ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റാത്തവരെ മാറ്റി നിർത്തുക, കൊടുക്കാൻ പറ്റുന്നവരെ കണ്ടെത്തുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമ്മളപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കേണ്ടത്? റൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? റൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കണം? f of x = √x into x minus 1 into x minus 2. നമ്മൾ ഓരോ കേസിലും നമ്മുടെ ഡൊമൈൻ കണ്ടുപിടിക്കുന്ന ഓരോ രീതിയാണ്. ഇതിപ്പോൾ റൂട്ട് ഫ്രാക്ഷനാണ് വേറെ, ട്രിഗണോമെട്രി ആകുമ്പോൾ വേറെ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മെത്തേഡുകൾ. ഫംഗ്ഷൻ മാറുന്നതിനനുസരിച്ച് ഡൊമൈൻ കണ്ടുപിടിക്കുന്ന രീതി മാറും. റൂട്ടിൻ്റെ ദിവസം വന്നാൽ റൂട്ടിനുള്ളിൽ കിടക്കുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കണം കേട്ടോ, ഓർ 0. ദാറ്റ് മീൻസ് റൂട്ടിനുള്ളിൽ കിടക്കുന്നത് >= 0 ആയിരിക്കണം റൂട്ടിനുള്ളിൽ കിടക്കുന്ന എക്സ്പ്രഷൻ. ഓക്കെ, ദാറ്റ് ഈസ് x into x minus 1 into x minus 2 > 0. അപ്പോൾ നമുക്ക് എഴുതാം ഫോർ ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഇതേ ഇൻറ്റു ഈ പ്രോഡക്റ്റ് എപ്പോഴും > 0 ആകണം. അതിന് വേണ്ടി എക്സിൻ്റെ ആരൊക്കെയാണ്? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് x minus 1 x minus 2 > 0 എന്ന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഓരോരുത്തരെയും 0 നിൽക്കിയിട്ടുണ്ട്. x = 0, x minus 1 0 നിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കേ, x minus 1 0, x minus 1 0 നിക്കേറ്റ് ചെയ്യുമ്പോൾ x എത്ര കിട്ടും മോനെ? 1 കിട്ടും. x minus 2 0 നിക്കേറ്റ് ചെയ്യുമ്പോൾ x എത്ര കിട്ടും മോനെ? 2. ഇവിടെ x = 0, അവിടെ പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഒരു നമ്പർ ലൈൻ ഡ്രോ ചെയ്യുക. ഇവിടെ -∞, ഇവിടെ +∞. ഓക്കെ, ഈ 3 നമ്പർ 0, ഇവിടെ 1, ഇവിടെ എത്രയാണ്? 2. ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, -∞, 0, 1, 2, ∞. എന്നിട്ട് ഇവിടെ എപ്പോഴും പ്ലസ് ഇടുക. എപ്പോഴും എന്ന് പറഞ്ഞാൽ 2ന് മണ്ടയ്ക്കോട്ടുള്ളതാണ്. ഇവിടെ എല്ലാം 2ന് അങ്ങോട്ട് 2, 3, 4, അപ്പോൾ 2ന് മണ്ടയ്ക്കുള്ളതാണ്. 2ന് അപ്പുറത്തോട്ടുള്ള ഏത് നമ്പർ ഈ എക്സിൻ്റെ പ്ലേസിൽ കൊടുത്താലും ഇയാളുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലയോ? ഇപ്പോൾ 3 കൊടുത്താൽ 3 - 2 പോസിറ്റീവ്, 3 - 1 പോസിറ്റീവ്, 3 എക്സിന് 3 കൊടുക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് അല്ലേ? എക്സിന് ഞാനിപ്പോൾ 3 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 3 കൊടുത്താൽ 3, 3 - 1, 3 - 2 എല്ലാം പോസിറ്റീവാണ്. ഇനി 4, 5 കൊടുത്താൽ അപ്പോൾ 2ന് അപ്പുറത്തോട്ടല്ലേ എല്ലാം കൊടുത്താൽ പോസിറ്റീവ്. അപ്പോൾ എപ്പോഴും അവിടെ ഒരു പോസിറ്റീവ് കൊടുക്കുക. ഉറപ്പായിട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 1നും 2നും ഇടയ്ക്കുള്ള നമ്പറാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. എഗെയിൻ പിന്നെ ഇത് പോസിറ്റീവ് ആകുമ്പോൾ കണ്ടോ, പ്ലസ് മൈനസ് പ്ലസ്. 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആവും, ലാസ്റ്റിലും നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് നിങ്ങൾ സൈൻ മാറ്റി വരിക. ഓക്കെ, ഇതിനെ വേവി മെത്തേഡാണ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പ്ലസ് മൈനസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് കിട്ടി, ഇവിടെയും പ്ലസ് കിട്ടി. അപ്പോൾ നമ്മുടെ ഡൊമൈൻ ആരാന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ഡൊമൈൻ ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ x എലമെൻറ്റ് ഓഫ് ഫസ്റ്റ്ലി 0 to 1 യൂണിയൻ, പിന്നെ പോസിറ്റീവ് അയക്കുന്നത് 2 to ∞. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 0 to 1ലും പോസിറ്റീവാണ്, 2 to ∞ പോസിറ്റീവാണ്. അപ്പോൾ രണ്ടിലും പോസിറ്റീവാണ്. രണ്ടിൻ്റെയും കൂടി യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ആരെങ്കിലും എടുത്താലും കുഴപ്പമില്ല, ഇവിടെ നിന്നുള്ള ആരെങ്കിലും എടുത്താലും ഈ എക്സിൻ്റെ പ്ലേസിൽ കൊടുത്താൽ ദാറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ഓർ > 0. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഡൊമൈൻ കണ്ടുപിടിക്കാൻ ക്ലിയർ ആണല്ലോ? ഒരു അടിപൊളി ക്വസ്റ്റ്യൻ പഠിച്ചു എന്നുള്ള സമാധാനം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.